പ്രിയരെ, ആയുസ്സിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു ഇതൾ കൂടി കൊഴിഞ്ഞു വീഴുകയാണ്. മറ്റൊരു പുലരിയിലേക്ക് ലോകം കണ്ണു തുറക്കുകയാണ്. ONV കുറുപ്പിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, ഒറ്റപ്പതിപ്പുള്ള പുസ്തകം ഈ ജന്മം, ഒറ്റത്തവണ ഓരോ പുറവും നോക്കുവാൻ മാത്രം നിയോഗം. പഴയ താളുകളൊക്കെ മറഞ്ഞുപോയെന്നേക്കുമെങ്കിലും ചിലതൊക്കെയും കൊറിമാനങ്ങളായി ചിത്രങ്ങളായി മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഭദ്രം. ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു താൾ കൂടി കൊഴിഞ്ഞു പോകുന്നു. നമുക്ക് ഓർത്തു സങ്കല്പിക്കാൻ ഒരുപാട് ഓമന സ്വപ്നങ്ങളൊന്നും 2025 നൽകിയിട്ടില്ല. ആദ്യം തന്നെ പ്രകൃതി ദുരന്തം കേരളത്തെ ഒന്നാകെ കവർന്നെടുത്ത് പല സാംസ്കാരിക നായകരും എഴുത്തിൻ്റെ കുലപതികളും സംഗീത സാമ്രാട്ടുകളുമൊക്കെ വിട പറഞ്ഞ വർഷമാണ് 2024. 2025 കഴിഞ്ഞു പോയ ഇന്നലകളെക്കാൾ സുശോഭനമായ നല്ല നാളുകൾ തരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ ഒരു പുതുവത്സര പരിപാടി സത്യം പറഞ്ഞാൽ കോലായിയുടെ ഒരു ചിത്രത്തിലും ഉണ്ടായിരുന്നില്ല. മറ്റാരെങ്കിലും ഇത് ചെയ്യട്ടെ എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വളരെ മനോഹരമായി സൂഫിയാന കലാമും ഈ പറഞ്ഞ പോലെ കോളാമ്പി നൈറ്റ്സിൻ്റെ മ്യൂസിക്കൽ പരിപാടിയൊക്കെ ചെയ്ത്, അതുകൊണ്ട് എല്ലാ പ്രാവശ്യം കോലായി ചെയ്യുന്നതിന് പകരം മറ്റാരെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അതിനുള്ള പ്രധാന കാരണം, കോലായി രൂപീകൃതമായി 3 വർഷം തികയുകയാണ്. ഞങ്ങളൊരു പുതിയ പടവുകൾ കൂടി ചവിട്ടിക്കയറുകയാണ്. ദാമോദരേട്ടനൊക്കെ ഇവിടെയുണ്ട്, താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കിങ്ങനെ കൂടുകയാണ്. ഒരു വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് കോലായിയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് ഞങ്ങളൊക്കെ. അതിൻ്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരു ധാരണയിലെത്തി. ഇനി മറ്റേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ പരിഗണനയിലുണ്ട്, സജീവ പരിഗണനയിൽ പലരും നേരിൽ കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ കോലായി ഒരിക്കലും തുനിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഇരിക്കെയാണ് ഞാനിങ്ങനെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CA മുഹമ്മദ് കുഞ്ഞിയുടെ കൂടെ ഗോവയിൽ പോയതും, ഗോവയിൽ ഇങ്ങനെ പോയി അദ്ദേഹത്തിനോടൊക്കെ ചെലവഴിക്കുമ്പോൾ ഇബ്രാഹിം ബാങ്കോട്, നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമിനൊക്കെ നെടും തൂണായി നിന്ന ഇബ്രാഹിം ബാങ്കോട് ഇന്തോനേഷ്യയിൽ നിന്നും വിളിച്ച് ഈ ഒരു ന്യൂ ഇയറിൻ്റെ കാര്യം അന്വേഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങുന്ന ഒരു ഇതല്ല, പഴയ ഇതൊന്നുമല്ല. അപ്പോൾ ഇബ്രാഹിമിൻ്റെ കടുത്ത ആ ഒരു നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടങ്ങിയത്. ഇബ്രാഹിം കപട സപ്പോർട്ടുമായി കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകി. അതേസമയം CA മുഹമ്മദ് കുഞ്ഞി അദ്ദേഹവും പറഞ്ഞ് ഞാനും കൂടെയുണ്ട്. മറ്റൊരാൾ നമ്മുടെ ചെർക്കള അസ്മാ സാമദ് അജയാണ്. അപ്പോൾ 3 പേരും ഇങ്ങനെ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ പിന്നെ നമ്മുടെ ഇൻ അസോസിയേഷൻ വിത്ത് BRQ ഡോക്ടർ BRQ മുസ്തഫയും പറഞ്ഞ് ഞാനും കൂടെ നിൽക്കാം. അങ്ങനെയാണ് പെട്ടെന്ന് തട്ടിക്കുട്ടി 6 മാസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികൾ 1 മാസം കൊണ്ട് ഞങ്ങൾ ചെയ്തു തീർത്തത്. ഈ സന്ധ്യാരാഗം ഓഡിറ്റോറിയം മറ്റാരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ഞങ്ങൾ. ഉമേഷിനൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞ് ആരും ഇതുവരെ ന്യൂ ഇയർ പരിപാടിയിലേക്ക് സന്ധ്യാരാഗം ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്കൊരു വലിയ അനുഗ്രഹമായി. ആരും ചെയ്യാത്തപ്പോൾ ലോകത്തെല്ലായിടത്തും പുതുവത്സരങ്ങൾ ഇങ്ങനെ കൊണ്ടാടപ്പെടുകയാണ്. മനുഷ്യരുള്ളിടത്തൊക്കെ പുതുവത്സരങ്ങളുണ്ട്. ഈ കാസർഗോഡ് മാത്രം ഒരു തോറ്റ ജനത എന്നുള്ള ആ ഒരു ചാപ്പ കുത്തപ്പെട്ട പേരിനെ അല്പമെങ്കിലും ഇല്ലാതാക്കി എന്തെങ്കിലും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കോലായി രൂപീകൃതമായത് തൊട്ട് ഇതുവരെ. അപ്പോൾ ഒരു പുതുവത്സര പരിപാടി ഇല്ലാതെ എന്ത് കാസർഗോഡ്? ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പരിപാടി രൂപം കൊണ്ടത്. അപ്പോൾ ഈ പരിപാടിക്ക് ആരെ കൊണ്ടുവരുമെന്നുള്ള ആ ഒരു അന്വേഷണത്തിലായി ഞങ്ങൾ. പലയിടത്തും പരിപാടികൾ ബുക്ക് ചെയ്ത് ടൈറ്റ് ഷെഡ്യൂളിൽ നിൽക്കുകയാണ്, ആരെയും കിട്ടുന്നില്ല.
അങ്ങനെയാണ് ആദ്യമായി നമ്മുടെ ഫാറൂഖ് നെല്ലിക്കട്ടയെയും ഇബ്രാഹിം മൊഗ്രാലിനെയും ബന്ധപ്പെടുന്ന ആരെങ്കിലും തരപ്പെടുത്തി തരും. അങ്ങനെയാണ് അവർ മലപ്പുറത്തുള്ള ഈ തണ്ടർ ബേഡ്സിനെ നമുക്കും വേണ്ടി സജ്ജമാക്കി തന്നത്. ഒരു തണ്ടർ ബേഡ്സ് കൊണ്ട് മാത്രം കാര്യങ്ങൾ ഒതുങ്ങില്ല. കഴിഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൂഫി സമീർ ബിൻസിയെ പോലെയുള്ള അങ്ങനെയുള്ള ഈ അന്വേഷണത്തെ ചെന്ന് അവസാനിച്ചത് നമ്മുടെ ഉസ്താദ് ഖാലിദ് സാഹിബിലായിരുന്നു. അതിന് കാരണം നമ്മുടെ ബഷീർ പടിഞ്ഞാറമൂലയാണ്. ഞങ്ങൾ പലപ്പോഴും ഒന്നിച്ച് അവൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ ബഷീർ ഇങ്ങനെ ഖാലിദ് സാഹിബിൻ്റെ കട്ട ഫാനാണ്. ഖാലിദ് സാഹിബിൻ്റെ ഒരു 4-5 വീഡിയോസ് മാത്രമേ യൂട്യൂബിലുള്ളൂ. എന്നാലും അത് ലക്ഷങ്ങൾ മില്യൺ കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഈ ആളെ കിട്ടുമെന്ന് അന്ന് അന്വേഷിച്ച് നോക്ക്. പിന്നെ തീവ്ര അന്വേഷണത്തിലായി. ഇയാൾ ആരാണ്, എവിടെയാണ്, ഒരു ജസ്റ്റ് ഖാലിദ് സാഹിബ് മാത്രമുണ്ട്. അപ്പോൾ അതും പിന്നെ ബഷീറിൻ്റെ മകനാണ് ഇയാളുടെ നമ്പർ എടുത്ത് തന്നത്. ആ നമ്പർ എടുത്ത് വിളിച്ചപ്പോൾ ഖാലിദ് സാഹിബിനെ കിട്ടി. ഖാലിദ് സാഹിബിനെ വിട്ടി പറഞ്ഞ് കൊയിലാണ്ടിയിലാണെന്നുള്ളത്. അപ്പോൾ കൊയിലാണ്ടി ആകുമ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ കൊയിലാണ്ടിയിലുണ്ട്. റഷീദിനെ ഞാൻ ബന്ധപ്പെട്ട് അപ്പോൾ റഷീദോട് പറയുമ്പോൾ റഷീദ് എൻ്റെ അടുത്ത ഫ്രണ്ടാണ് ഈ ഉസ്താദ് ഖാലിദ് സാഹിബ്. കൊയിലാണ്ടിയിൽ മാത്രമല്ല കോഴിക്കോട്ടെയും കോൽക്കളി സംഘങ്ങളുടെ ഒരു നെടുംതൂൺ അദ്ദേഹമാണ്, അവരുടെ നേതാവാണ്, നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാനും ബഷീറും അബുവൊക്കെ കൊയിലാണ്ടി പോയി ഖാലിദ് സാഹിബിനെ എങ്ങനെയെല്ലാം ചട്ടം കെട്ടി. അതാണ് നമ്മുടെ ഈ ക്യാപ്ഷൻ ടൈറ്റിലിൽ പറയുന്നത്, വൈകാരികതകളുടെ പക്ഷിയാണ് അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ട് നമ്മുടെ അടുത്ത് എത്തുന്നു എന്ന് പറഞ്ഞത് അതാണ്. ഖാലിദ് സാഹിബ് സത്യത്തിൽ പറഞ്ഞാൽ കാലമാകുന്ന ഈ ഒരു വൃക്ഷച്ചില്ലയിലിരുന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടുമൊക്കെ നോക്കുന്ന ഒരു കുയിലാണ്. കുയിലിനോട് ഇന്ന പാട്ട് മാത്രമേ പാടാവൂ എന്ന് ശഠിച്ചിട്ട് കാര്യമില്ല, അത് ഏത് പാട്ടും പാടും. ഇത്തരം കലാകാരന്മാരെയാണ് നമ്മൾ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ അവരൊക്കെ ഇരുട്ടിൻ്റെ കയങ്ങളിലേക്ക് തള്ളിപ്പോകുമെന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഉസ്താദ് ഖാലിദ് സാഹിബിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ പലരും ചോദിച്ചു ആരാണ് ഇദ്ദേഹം എന്ന്. ആരാണ്? നമുക്കും അങ്ങനെ കൂടുതൽ ഉസ്താദിനെ കുറിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിൻ്റെ ഗാനങ്ങൾ യൂട്യൂബുകളിൽ നിറഞ്ഞു നിൽക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അസീസിനെയും നമുക്ക് ഉനൈസിനെയൊക്കെ പറഞ്ഞ് ആ പ്രത്യേകം ആ ഓരോരു പാട്ടുകൾ എടുക്കണം. കാരണം പണ്ടെന്നോ മറിഞ്ഞു പോയ പാട്ടുകളാണതെല്ലാം. പാട്ടുകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ പറയാനുള്ളത്, ചെറുപ്പകാലത്ത് നമുക്ക് രണ്ടേ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അമ്മയുടെ മുലപ്പാലും, മറ്റൊന്ന് അമ്മയുടെ താരാട്ട് പാട്ടും. അമ്മ നമുക്ക് ഏത് തരം താരാട്ട് പാട്ടുകളാണ് പാടിത്തന്നിരുന്നത് എന്നുള്ള ഓർമ്മകളുടെ നഷ്ടമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം. പാട്ടുകൾക്ക് ഏതോ ഒരു മാന്ത്രിക ശക്തിയുണ്ട്. ഈ രവീന്ദ്രനാഥ ടാഗോറൊക്കെ പറഞ്ഞത് ചെറുപ്പകാലത്ത് ഞാൻ കേട്ട പാട്ടുകൾ പൊട്ടിത്തകർന്നവയായിരുന്നു എന്നാണ്. സംഗീതം മനസ്സിലേക്ക് ഇങ്ങനെ കുടി ഇരുത്തപ്പെടുമ്പോൾ, ഹൃദയത്തിൽ കയറുമ്പോൾ, അതുവരെ അവിടെ അടിഞ്ഞു കൂടിയിരുന്ന കുബുദ്ധിയും വക്രബുദ്ധിയും അതുപോലെ പല ഇതും അവിടെ നിന്ന് പരിവാരം സ്ഥലം വിട്ട് പോകുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ട്. സൂര്യചന്ദ്രന്മാർ നഭോയാനം ചെയ്യുമ്പോൾ ദിവ്യമായ സംഗീതം പൊഴിക്കുന്നു എന്ന് പ്രാചീന യവനർ വിശ്വസിച്ചിരുന്നു, പ്രാചീന ഗ്രീക്കുകാർ. അപ്പോൾ പാട്ടിൻ്റെ ഒരു മാസ്മരിക ശക്തി അത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് പാട്ടിനെ പിന്നെയും നമ്മളിങ്ങനെ തേടിക്കൊണ്ടേ പോകുന്നത്. എത്ര കടലെടുത്ത് പോകുമ്പോഴും ജീവിതം പിന്നെയും കര കയറി വരുന്നത് പാട്ടുകളുടെ ആരും കാണാത്ത തോണി കയറിയാണ്. പാട്ടുകളില്ലായിരുന്നെങ്കിൽ ജീവിതം പണ്ടേ ഇങ്ങനെ തലയും കുത്തി താഴെ പോകുമായിരുന്നു. നമ്മുടെ എല്ലാ ദാരിദ്ര്യത്തിൻ്റെയും നമ്മുടെ സങ്കടങ്ങളുടെയും സന്താപങ്ങളുടെയും ഇടയിലൊക്കെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പ്രചോദനമായത് പാട്ടുകളാണ്. ശുദ്ധമായ സംഗീതം കുയിലിന് മാത്രമുള്ളതല്ല, കബീറിലുമുണ്ട് എന്ന് പറഞ്ഞത് ഉസ്താദ് ബഡേ ഗുലാം അലി ഖാനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നേ അറിയാവൂ, അത് സംഗീതം മാത്രം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, പാട്ടിൻ്റെ ആ ഒരു മാസ്മരിക ശക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇന്ത്യയുടെ സാംസ്കാരിക അംബാസഡർമാരിൽ ഒരാളായിരുന്ന തബല വിസ്മയം ഉസ്താദ് സക്കീർ ഹുസൈൻ മരിച്ച് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഉസ്താദ് സക്കീർ ഹുസൈന് അദ്ദേഹം ചെയ്ത ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, അകമ്പടി താളങ്ങളുടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്ന് തബലയെ മോചിപ്പിച്ച് സ്വതന്ത്ര സംഗീതത്തിൻ്റെ ഒരു ശാഖയാക്കി മാറ്റി എന്നുള്ളതാണ്. ഇന്നിവിടെ ഉസ്താദ് ഖാലിദ് സാഹിബിൻ്റെ കൂടെ ഒരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ട്, 14 വയസ്സുള്ള
മൊയിനുദ്ദീൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയും നാളത്തെ ഒരു ഉസ്താദ് സക്കീർ ഹുസൈനാണ്, ഒരു തബല വിസ്മയമാണ്. അപ്പോൾ ആ ഒരു പെർഫോമൻസൊക്കെ നിങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, വെച്ച് നീട്ടുന്നില്ല. 7:30 7:30 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഖാലിദ് സാഹിബിൻ്റെ പാട്ടുകൾ നിങ്ങൾ ആസ്വദിച്ചാലും എല്ലാവരും പരിപാടിയുടെ അവസാനം വരെ ഇത് ശ്രവിക്കണമെന്നും നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പരിപാടിയുടെ ഇടയിൽ നമ്മളെ പലവട്ടം ഇങ്ങനെ സഹായിക്കുന്ന കുറേ പേരുണ്ട്. അവരെ ഗസ്റ്റ് ഓഫ് ഓണർ നൽകി നമ്മളൊരു അനുമോദിക്കുന്ന ചടങ്ങും കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ശുചിത്വ കേരളത്തിൻ്റെ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന ആ ഒരു ഇതും നമ്മൾ ഊന്നി പറയുന്നുണ്ട്. കാരണം എത്ര സംസ്കാര സമ്പന്നരായാലും മാലിന്യം നിക്ഷേപിക്കുന്ന കാര്യത്തിൽ നാം ലോകത്തിൽ ഏറ്റവും പിന്നിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരോടും കോലായക്കാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിരിയാൻ പോകുന്ന നേരം ഈ പറഞ്ഞ ടിഷ്യൂ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ, ഓറഞ്ചിൻ്റെ തൊലികൾ, വാട്ടർ ബോട്ടിലുകളൊക്കെ നിങ്ങൾ പെറുക്കിയെടുത്ത് അതിൻ്റെ യഥാസ്ഥാനത്ത് നമ്മൾ അതിന് വേണ്ടി എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ നിക്ഷേപിക്കണം. അല്ലെങ്കിൽ ശുചിത്വ തൊഴിലാളികൾക്കത് കൈമാറണം എന്നുള്ളതാണ്. അങ്ങനെ 2025 നമ്മളൊരു പുതിയ പ്രതിജ്ഞ എടുക്കുന്നു. ഈ പറഞ്ഞ എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ളത്. അത് പറയാൻ കാരണം, ഈ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൽ ഷെയ്ഖ് അലി സ്റ്റേഡിയത്തിൽ നടന്ന ആ വേൾഡ് കപ്പിൽ ജപ്പാനും കോസ്റ്റാറിക്കയും തമ്മിൽ മത്സരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റാറിക്കയുടെ അടുത്ത് ജപ്പാൻ പരാജയപ്പെട്ട് പരാജയ രുചി അറിഞ്ഞ ജപ്പാനികൾ ഒരു നിമിഷം ഇങ്ങനെ നിരാശരായെങ്കിലും കളം വിട്ടൊഴിഞ്ഞപ്പോൾ ഈ ജപ്പാനികളൊക്കെ കളത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നിട്ട് ഈ മറ്റുള്ളവരിട്ട ഈ മാലിന്യങ്ങളൊക്കെ അവർ എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇത് പരിചയമില്ല, അതുകൊണ്ട് മാലിന്യമുക്തമാണ് നമ്മുടെ എല്ലാ. അതുതന്നെയാണ് നമ്മളും പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ അബ്ബാസ് ബീഗത്ത്, നമ്മുടെ MLA എന്നെ നെല്ലിക്കുന്ന് സാറൊക്കെ എത്തിയിരിക്കുന്നു. അപ്പോൾ വിളിച്ചു നീട്ടുന്നില്ല. എല്ലാവർക്കും ഒരു പുതുവത്സര ദിനാശംസകൾ നേർന്നുകൊണ്ട് 2 വാക്ക് പറയാൻ